ഈ വണ്ടിയൊക്കെ തിരിച്ചു പോകുന്നത് എതിലേക്കൂട്ടാണെന്നറിയാമോ? നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമലക്കണ്ടത്ത് നിന്നും മാങ്കുളത്തേക്ക് പഴയ ഒരു രാജപാത ഓപ്പൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ വീഡിയോ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു രാജപാത തുടങ്ങുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 24-ാം തീയതിയാണ്. അപ്പോൾ 2 ദിവസം മുമ്പേ വന്ന ഉത്തരവ് പ്രകാരം നമ്മളങ്ങനെ കുറച്ച് വണ്ടി ഓടിച്ച് വന്നിട്ടേ വണ്ടി ഒന്ന് നിർത്തി. എന്താ കാര്യം എന്നറിയോ? എൻ്റെ പൊന്നോ, തണുത്തിട്ടൊരു രക്ഷയില്ല. ഞാനാണെങ്കിൽ ആ ഒരു മലയും ആ മലയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം ഇപ്പം കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴേ ഒരു ഫോറസ്റ്റ് റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എവിടെ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് കുറേ നാളുകൾക്ക് ശേഷം സ്കൂട്ടറിൽ ഒരു യാത്ര പോവാണ്. നമസ്കാരം, ട്രാവൽ വിത്ത് ജംഗിൾ ക്യാപ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറേ നാളായിട്ട് അന്ന് ഒരു 3 യാത്ര നമ്മൾ ബൈക്കിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൽ പോകണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ സ്കൂട്ടറിൽ ഒരു യാത്ര പോവുകയാണ്. ഇപ്പോൾ ഉള്ളത് മൂന്നാർ സൈഡിലാണുള്ളത്. എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മാമലക്കണ്ടത്താണ് പോകുന്നത്. മാമലക്കണ്ടത്ത് പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്. വിത്ത് സിയാദിക്ക ഉണ്ട്. സിയാദിക്ക വണ്ടി എടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മൂന്നാർ റോഡിൽ നിന്ന് മാമലക്കണ്ടത്തേക്ക് പോകാനുള്ള ഡൈവർഷനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ സഫീർ അബീസ്. ഐ ആം ദി ജംഗിൾ ക്യാപ്ചർ. മാമലക്കണ്ടം എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. കണ്ടില്ലേ, കാടായതുകൊണ്ട് തന്നെ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ഫെൻസിങ് ഓടിച്ചിരിക്കുന്നത്. മാമലക്കണ്ടത്തേക്ക് ഏത് വഴി നമ്മൾ പോയാലും കാട്ടിലൂടെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ചെറിയ അരുവികളും നല്ല മലനിരകളും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് നമുക്കങ്ങ് യാത്ര ചെയ്യാം. ചുറ്റും നല്ല കിടിലൻ കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നതാണ് മാമലക്കണ്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. റോഡ് മൊത്തം കോട കയറി കിടക്കുവാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോക്കകത്ത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല കോട. അത്യാവശ്യം അടിപൊളി ഒരു ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഇപ്പം നമ്മൾ ആക്ച്വലി ചവിട്ടണം എന്ന് ആഗ്രഹിച്ച് വന്നതല്ല, പക്ഷേ ഇവിടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ ഈ ഒരു മരവും അതിൻ്റെ ഒരു ബ്യൂട്ടിയും അടിപൊളിയാണ് കണ്ടിട്ട്. അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പം ഇവിടെ ഇരിക്കാൻ റെഡിയാണ്. കോട കൊണ്ട് മൊത്തം ഇങ്ങനെ മൂടി നിൽക്കുന്നൊരു സ്ഥലം. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മളങ്ങനെ കുറച്ച് വണ്ടി ഓടിച്ച് വന്നിട്ടേ വണ്ടി ഒന്ന് നിർത്തി. എന്താ കാര്യം എന്നറിയോ? എൻ്റെ പൊന്നോ, തണുത്തിട്ടൊരു രക്ഷയില്ല. ഞാനാണെങ്കിൽ ഈ ഗ്ലൗസ് കൊടുത്തില്ല, അതുകൊണ്ട് ഭയങ്കര തണുപ്പ്. പിന്നെ ദേ ഇവിടെയൊക്കെ നല്ല ബേഡ്സിൻ്റെ സൗണ്ട്സ് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോടയും അതുപോലെ ലൈറ്റും ഇല്ല. അപ്പം തണുത്തിട്ട് ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചായക്കട ഉണ്ട്. അപ്പോൾ ഇറങ്ങിയാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതെ, ഇതിൻ്റെ അകത്തൊക്കെ ബേഡ്സ് ഇരിപ്പുണ്ട്. ലോ ലൈറ്റാണ്, അതാണ് പെട്ടെന്നൊന്നും കാണാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ ഇവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ പോവാണ് മുമ്പോട്ട്. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഇതാണത്തെ അവസ്ഥ. അപ്പം ചായ കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഇതിൽ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ താഴെ കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു പൂവുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഈ ഒരു മരത്തിൽ കുഞ്ഞു ബേഡ്സ് ഇരിപ്പുണ്ട്. പക്ഷേ നമുക്കൊരു രക്ഷയില്ല, കാണാം എന്നല്ലാതെ. ഒന്ന് നല്ല ഹൈറ്റാണ്, 2 ലൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് മുന്നോട്ട് പോകാം.
അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ തണുപ്പ് എന്നിട്ടും ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് എന്തായാലും എന്തേ ഒക്കെ വണ്ടി എടുക്കാൻ പോകുന്നു. അത്യാവശ്യം നല്ല ബേഡ്സിൻ്റെ സൗണ്ട്സൊക്കെ കേൾക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്യാം. അടുത്ത നമ്മുടെ ലക്ഷ്യം ആ സ്കൂളാണ്. അതെ, സ്വന്തമായിട്ട് വെള്ളച്ചാട്ടവും മലനിരകളും ഒക്കെയുള്ള കേരളത്തിലെ ഒരേ ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ, മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ക്ലാസ് റൂമിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വെള്ളച്ചാട്ടവും മലനിരകളും മലകളും നീലാകാശവും. ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്ത് എത്തിയിരിക്കുകയാണ്. മാമലക്കണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അതായത് മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ. ആ ഒരു മലയും ആ മലയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുള്ള സമയത്തൊക്കെ അവിടെ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ആ മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്തുമസിൻ്റെ തലേ ദിവസമാണ്. അതായത് സൺഡേ ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ ചെറിയ ആക്ടിവിറ്റീസൊക്കെ സ്കൂളിൽ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ പ്രാക്ടീസൊക്കെ ആണെന്ന് തോന്നുന്നത്. നമ്മുടെ സിയാദയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ഞാനൊന്ന് എടുത്ത് വെളിയിൽ വെച്ച് എന്തിനാണെന്നറിയോ, നേരത്തെ വന്നപ്പോഴത്തേക്കും ബേഡ്സിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ വെച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കി, പക്ഷേ പറ്റുന്നില്ല. എന്താ പറയുക, ഭയങ്കര ഹൈറ്റ്, നമുക്ക് അതിലുള്ള കിട്ടുന്നില്ല. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഷൂട്ട് കഴിഞ്ഞത്. അപ്പോൾ അതേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാമറ ഇട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ എന്തായാലും നമ്മളെ യാത്ര കണ്ടിന്യൂ ആണ്. നോക്കിക്കേ, ഇതാണ് ആ സ്കൂള്. 1969, 70 കാലഘട്ടത്തിലാണ് ഈ ഒരു സ്കൂള് ആരംഭിച്ചത്. 5 മുതൽ 10ാം ക്ലാസ് വരെയാണ് ഇവിടെ നിലവിലിപ്പോൾ ഉള്ളത്. ഈ വണ്ടിയൊക്കെ തിരിച്ചു പോകുന്നത് എതിലെ കൂടാണെന്നറിയാമോ? നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമലക്കണ്ടത്ത് നിന്നും മാങ്കുളത്തേക്ക് പഴയ ഒരു രാജപാത ഓപ്പൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ വീഡിയോ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു രാജപാത തുടങ്ങുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 24-ാം തീയതിയാണ്. അപ്പോൾ 2 ദിവസം മുമ്പേ വന്ന ഉത്തരവ് പ്രകാരം ഇനി ഇതുവഴിയുള്ള വണ്ടികളൊന്നും കടത്തി വിടത്തില്ല. അതാണ് ഹൈക്കോടതി ഉത്തരവ്. 2 വീലർ നേരത്തെ തൊട്ടേ വിടുന്നില്ലായിരുന്നു, 4 വീലർ വിടുന്നുണ്ടായിരുന്നു. പക്ഷേ പുതിയ ഉത്തരവ് പ്രകാരം ഇതിലേ കൂടെ നമുക്ക് 4 വീലറും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ വന്നിട്ട് തിരിച്ചു പോകുന്ന വണ്ടികളൊക്കെയാണ് ഈ കാണുന്നത്. ഇനി പോകണമെങ്കിൽ സ്പെഷ്യൽ അപ്രൂവലൊക്കെ വേണം. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് യാത്രയെന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പണി വളത്തേ ഉള്ളൂ. കാര്യം നമ്മൾ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ ഓൾറെഡി ഇന്ന് പോകാൻ വേണ്ടി വന്നതല്ല, കാര്യം നമ്മൾ 2 വീലറിലാണ് വന്നത്. 2 വീലർ ഇതിൽ വിടത്തില്ലെന്നുള്ള കാര്യം നേരത്തെ അറിയാം. അപ്പോൾ 4 വീലർ 2 ദിവസം മുമ്പേ ഉത്തരവ് വന്നിട്ടുണ്ട്. 4 വീലറും കടത്തി വിടണ്ട എന്നുള്ള ഉത്തരവ്. പിന്നെ സ്പെഷ്യൽ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി ഈ ഒരു റൂട്ട് വഴി ആനക്കുളത്തേക്ക്, മാങ്കുളം വഴി ആനക്കുളം, അതുപോലെ തന്നെ മൂന്നാർ സൈഡിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നിലവിലത്തെ ഇവിടുത്തെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ വഴി എന്ന് പറയുമ്പോൾ തിരിച്ച് തട്ടേക്കാട് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല അടിപൊളി ഒരു ഫോറസ്റ്റ് വഴിയല്ലേ. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ, നമ്മൾ അതായത് മാമലക്കണ്ടത്തേക്ക് വന്നത് നമ്മൾ നേരെ മൂന്നാർ റൂട്ടിലോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു വാളറ വാട്ടർഫാൾ എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ലെഫ്റ്റ് കയറി മാമലക്കണ്ടത്ത് എത്തിയത്. നമ്മൾ തിരിച്ചു പോകുന്നത് അവിടുന്ന് തട്ടേക്കാട് പോകുന്ന റൂട്ടുണ്ട്. ആ റൂട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ 2 റൂട്ടും എക്സ്പീരിയൻസ് ചെയ്തു. 2 റൂട്ട് രാവിലത്തത് അത്യാവശ്യം നല്ല റൂട്ടായിരുന്നു, നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ആ റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു ഏരിയ ആണിത്. അത്യാവശ്യം നല്ല ഒരു ഫോറസ്റ്റിൻ്റെ ഫീലും, അതുപോലെ തന്നെ ഫോറസ്റ്റാണ് പക്ഷേ വേറൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന്. എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലവും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വണ്ടി നിർത്തിയത്. അങ്ങനെ വണ്ടി നിർത്താൻ പാടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഫോറസ്റ്റ് ഏരിയയിൽ മാക്സിമം വണ്ടി നിർത്താൻ പോകുന്നതായിരിക്കും നല്ലത്. ഇതിലെയാണ് ബസ് റൂട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റൂട്ടാണ് ഇത്. നമ്മൾ മാമലക്കണ്ടത്ത് നിന്നും തട്ടേക്കാട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമുക്കിനി ഇതിലെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം.
നമ്മൾ തിരിച്ചു വരുന്ന വഴി രാവിലത്തെ വഴി അപേക്ഷിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് മാമലക്കണ്ടം പോകണമെങ്കിൽ നല്ല റോഡിലൂടെ പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം വന്ന വഴിയാണ് എളുപ്പം. പക്ഷേ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് മാമലക്കണ്ടത്ത് നിന്നും തട്ടേക്കാട് പോകുന്ന റൂട്ടിലാണ്. ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ റോഡൊക്കെ കുറച്ച് മോശമാണ്, പക്ഷേ കുറേ ദൂരം നമുക്ക് ഫോറസ്റ്റിലൂടെ തന്നെ യാത്ര ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു വ്യൂ പോയിൻ്റ് പോലെ കണ്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതേ അവിടെ നിൽക്കുന്ന സിയാദിക്കൊക്കെ അവിടെ നിൽക്കുന്നു. അവിടെ ഒരു ഏർമാടമുണ്ട്. അത്യാവശ്യം നല്ല ബേഡ്സിൻ്റെയൊക്കെ സൗണ്ട്സ് കേൾക്കുന്നുണ്ട്. പക്ഷേ ലോങ് റേഞ്ചിലായതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് താഴെ വരുവാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നിന്ന് നോക്കാം. കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ ആ നിന്ന സ്ഥലത്ത് തന്നെ അടുത്തിട്ട് ഒരു ഏറുമാടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കണ്ടില്ലേ, നല്ല കിടിലൊരു ഏറുമാടം ഇവിടെ ഉണ്ട്. ആ പച്ചപ്പിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇതുവഴി വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. മറ്റേത് പെട്ടെന്ന് ഓടിയെത്തി, അത്യാവശ്യം നല്ല റോഡായിരുന്നു. പക്ഷേ ഇവിടെ റോഡ് കുറച്ച് മോശമാണ്. പക്ഷേ ഒരുപാട് ദൂരം ഫോറസ്റ്റ് റേഞ്ചിലൂടെ സഞ്ചരിക്കാം. പിന്നെ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒക്കെ പറഞ്ഞു കേട്ടതല്ലോ, നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കുറച്ചുകൂടെ ഫോറസ്റ്റും അതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ റൂട്ട്. അതായത് സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് വഴിയേറ്റിയതാണ് കേട്ടോ. ഇതാണ് യഥാർത്ഥ മാമലക്കണ്ടം റോഡ്. പക്ഷേ മറ്റേത് കുറച്ചുകൂടെ എളുപ്പത്തിൽ എത്താൻ പറ്റി. ഇത് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ നമ്മുടെ പർപ്പസിന് ഇതാണ് അടിപൊളി. ഒരുപാട് ബേഡ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. ശകലമൊക്കെ കിട്ടിയിട്ടുണ്ട്, ചെറിയൊക്കെ കുറേ ആക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മരങ്ങൾക്കൊക്കെ ഭയങ്കര ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെയൊക്കെ മേളിൽ കുഞ്ഞു ബേഡ്സ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ മാസ്ക് ഒരു കുറേ നേരമായിട്ട് എന്നെ ഒരു കടന്നൽ ഇങ്ങനെ കിടന്ന് കറങ്ങി ശല്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് മാസ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നിൽക്കാം. ആകാശത്തൂടെ വട്ടമിട്ട് പരുന്തുകളുണ്ട്, കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്, കുറേ കുഞ്ഞു കുഞ്ഞു ബേഡ്സ് ഉണ്ട്, പിന്നെ കാലറ്റോസ് ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് മാക്സിമം കിട്ടുന്നത്രോളം എടുക്കാൻ നോക്കുന്നുണ്ട്. ഇക്ക പറഞ്ഞ കാര്യം നമ്മൾ വിട്ടില്ലെന്ന് വേണ്ട. ആനപ്പിണ്ടമുണ്ട്, ആനപ്പിണ്ടം കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 days അത്രയും പഴക്കേ കാണത്തുള്ളൂ. അപ്പം ആനയുടെ പ്രസൻസ് ഉള്ള ഏരിയ ആണ്. ഇപ്പം നമ്മൾ സമയം എത്രയാണെന്നറിയാം, ഓൾമോസ്റ്റ് ഒരു 10:30 ആവുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്.
അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക നമ്മളൊരു ബൈക്ക് റൈഡാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ പോയി അവിടെ നിന്ന് നമ്മൾ തട്ടേക്കാട് വരുന്ന വഴി കണ്ട കുറച്ച് ബേഡ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു മരം കണ്ടില്ലേ, ഈ ഒരു മരത്തിലിരുന്നാണ് നിങ്ങളിപ്പോൾ കണ്ട ആ കുരങ്ങന്മാരുടെ വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തത്. അവരവിടെ നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് ഏറ്റവും അടുത്ത് പോകാൻ പറ്റുന്നതും ഞങ്ങൾ പോകാത്തതുമായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് മാമലക്കണ്ടമായിരുന്നു. അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്തെത്തി. അപ്പോൾ വന്ന റൂട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി വന്ന റൂട്ട് വഴി വേണമായിരുന്നു പോകാൻ. അപ്പോൾ നിങ്ങൾ ഇനി മാമലക്കണ്ടം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം, അതായത് തട്ടേക്കാട് വഴി മാമലക്കണ്ടം പോയാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല ബേഡ്സിൻ്റെ ആക്ടിവിറ്റി അതുപോലെ തന്നെ ആനയൊക്കെ മിക്കപ്പോഴും സ്പോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ട ആ കുരങ്ങൻ്റെ ഫുട്ടേജില്ലേ, അത് നമുക്ക് ഈ കാണുന്ന മരത്തിൽ നിന്ന് കിട്ടുകയാണ്. ഈ ഇരിക്കുന്ന മരത്തിൽ ഇപ്പോൾ കുരങ്ങന്മാർ ഇരിപ്പുണ്ട്, അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മലബാർ ട്രോഗൺ എന്ന് പറഞ്ഞൊരു ബേഡുണ്ട്. അത്യാവശ്യം അതൊരു റെയറാണ്, എല്ലായിടവും ഒന്നും കാണുന്നില്ല. അതിന് നമുക്ക് ഇന്ന് തട്ടേക്കാട് പരിസരത്ത് വെച്ച് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വിഷയമുണ്ട്, അതൊന്ന് കണ്ടുപോയിക്കേ. കണ്ടില്ലേ, ഇതാണ് മലബാർ ട്രോഗൺ. അപ്പോൾ നമ്മുടെ ഓരോ യാത്രയും അതായത് വെറുതെ ആകാറില്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. നമ്മുടെ ഈ ഒരു യാത്രയെക്കുറിച്ച് ഇക്കയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. കാര്യം പുള്ളിയാണ് ഈ ഒരു യാത്ര ബൈക്കിൽ പോകണം എന്നുള്ള പ്ലാൻ ഇട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. പറ. ഞങ്ങളിങ്ങനെ ബൈക്കിൽ പോകണമെന്നിങ്ങനെ പലവട്ടം തീരുമാനിച്ചതാണ്, പക്ഷേ പല കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി. കാര്യം ഞങ്ങൾ ഈ പ്രാവശ്യം പിന്നെ മാമലക്കണ്ടം വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്ന റൂട്ട് അല്പം ഒന്ന് മാറിപ്പോയി. നമുക്ക് എളുപ്പം തട്ടേക്കാട് വഴി പോകുന്നതായിരുന്നു നല്ലത്. അത്യാവശ്യം നല്ല പേഴ്സണേയും കിട്ടി. പിന്നെ നമുക്ക് പിന്നെ റൂട്ടും അത്യാവശ്യം റോഡൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം പോയപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ. അപ്പോൾ ഞാൻ പറയില്ലേ, നിങ്ങൾക്ക് മോശമല്ലാത്ത റോഡിൽ കൂടെ പോകണമെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മൾ കയറി വന്ന വഴി വേണം പോകാൻ. അതായത് മൂന്നാർ പോകുന്ന റൂട്ടിൽ വളരെ വാട്ടർഫാൾ എത്തുന്നതിന് മുമ്പ് ഒരു ലെഫ്റ്റ് എടുത്തിട്ട് നമുക്ക് മാമലക്കണ്ടം പോകാം. ആ റൂട്ട് പോയി കഴിഞ്ഞാൽ നല്ല റോഡിൽ കൂടെ പോകാം. പക്ഷേ ഒരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ ഈ തട്ടേക്കാട് വഴി തന്നെ പോകണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. Safir.Abeez നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ എല്ലാവരും കയറുക, കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. It's me Safir.Abeez സൈനിങ് ഓഫ് ട്രാവൽ വിത്ത് ജംഗിൾ ക്യാപ്ചർ.